ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഒരു കാറ് എടുക്കാതിട്ടിരുന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും, അതേപോലെ എന്നും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് എഞ്ചിൻ ഓയിലിൻ്റെ ലെവല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടയർ, ഈ കണ്ടീഷനെല്ലാം നമ്മൾ എടുക്കാതിട്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ഉറപ്പായിട്ടും എടുക്കാതിട്ടിരിക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കണം. അല്ലാതെ റെഗുലറായിട്ട് നമുക്ക് എന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിന് നമ്മുടെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആദ്യം നമുക്ക് ബോണറ്റ് തുറക്കണം. ഇപ്പോൾ ഇതൊരു മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ വണ്ടിയാണ്. ഇതിൻ്റെ ബോണറ്റ് തുറക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവറിനെ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്ടക്ക് സൗണ്ട് കേൾക്കും. ഉണ്ടോ? ഈ സൗണ്ട് കേട്ടതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നേരെ ഈ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഈ സുസുക്കി ലോഗോയുടെ നേരെ വരിക. ഈ നേരെ നമ്മൾ വിരൽ കയറ്റുമ്പോൾ ഇവിടെ ഒരു ലിവർ കിട്ടും. ഈ ലിവറിനെ ലെഫ്റ്റിലോട്ട് തള്ളുമ്പോൾ ഇങ്ങോട്ട് തള്ളുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോണറ്റ് ഉയർത്താൻ പറ്റും. ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവറിനെ എടുത്തിട്ട് നമുക്കിവിടെ ഇത് ലോക്ക് ചെയ്ത് നിർത്താം. ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്താം. ഇനി ഈ ലിവർ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് നീക്കിയാലേ, നമ്മൾ അവിടെ ലോക്ക് അഴിച്ചു വിട്ടാലും ഇത് നീക്കിയാൽ മാത്രമേ നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് എഞ്ചിൻ ഓയിലിൻ്റെ ലെവലാണ്. ഇപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുന്നത് ഈ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിനെ ഇങ്ങനെ ഊരിയെടുക്കുമ്പോഴത്തേക്കും ഇതിൽ ഒരു ചെറിയൊരു സ്പോട്ട് കൊണ്ട് ഇപ്പുറത്തും ഒരു സ്പോട്ടുണ്ട്. സാധാരണ രീതിയിൽ ഓയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കണം. ഇതിൽ കൂടാനും പാടില്ല, ഇതിൽ കുറയാനും പാടില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ എടുത്തത് കൊണ്ട് ഇതിലെ അളവ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിനെ നമ്മളൊന്ന് തുടച്ചതിന് ശേഷം ഒന്നും കൂടെ ഇതിനകത്ത് ഇടണം. ഒന്നും കൂടെ ഇതിനകത്തോട്ട് ഇടുവാണ്. ഫുള്ള് ഇറക്കിയിട്ട് എടുത്ത് നമുക്കിതിൻ്റെ അളവ് നോക്കാം. കണ്ടോ, ഇതിൽ രണ്ടാമത്തെ സ്പോട്ട് വരെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൽ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കൃത്യമായിട്ട് ഉണ്ട് എന്നാണ്. ഇനി നമുക്ക് ഈ ലിവറിനെ അങ്ങ് തിരിച്ച് വയ്ക്കാം. ഈ സംഭവത്തിനെ പറയുന്നത് ഡിപ്പ് സ്റ്റിക്ക് എന്നാണ്. ഡിപ്പ് സ്റ്റിക്ക്, എഞ്ചിൻ ഓയിലിൻ്റെ അളവ് നോക്കുന്ന ഈ ഒരു സ്റ്റിക്കിനെ. ഇനി വരുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഇതിൽ വന്നിട്ട് ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതിൽ മിനിമം ഒന്നും മാക്സിമം ഒന്നും രണ്ട് അളവ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിനിമത്തിന് താഴെ പോകാൻ പാടില്ല, മാക്സിമത്തിന് മേളിൽ പോകാനും പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി വരുന്നത് എഞ്ചിൻ കൂളൻറ്റിൻ്റെ അളവാണ്. അത് നമുക്ക് കൂളൻറ്റിൻ്റെ ഈ ടാങ്ക് തുറന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് വണ്ടി ചൂടായി നിൽക്കുമ്പോൾ തുറക്കാൻ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ ആ ചൂടുവെള്ളം, തിളച്ച വെള്ളം നമ്മുടെ കയ്യിലോട്ടും മുഖത്തോട്ടും ഒക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അത് തണുത്ത് കിടക്കുമ്പോൾ മാത്രമേ തുറക്കാവൂ. ഇതിനകത്ത് എഞ്ചിൻ കൂളൻറ്റിൻ്റെ അളവ് ഉണ്ട്. ഇനി അതിൽ ഒരു സബ് ടാങ്കും കൂടെ വെച്ചിട്ടുണ്ട്, കൂളൻ്റ് ഓൺലി. ആ ടാങ്കിൽ ഇതേപോലെ ഹൈ ലോ രണ്ട് ലെവൽ വെച്ചിട്ടുണ്ട്. അതിൽ ഹൈ ലെവൽ വരെ മാത്രമേ, അല്ലെങ്കിൽ ഫുള്ളെന്നുള്ള ലെവൽ വരെ മാത്രമേ ഒഴിക്കാവൂ. അത് കഴിഞ്ഞ് വീണ്ടും ടാങ്കിൽ സ്പേസ് ഉണ്ട്. ഇതിൽ ടെമ്പറേച്ചർ ഓവറാകുമ്പോൾ ഇതിൽ നിന്ന് അതിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ടെമ്പറേച്ചർ ഓവറാകുമ്പോൾ ആ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാനാണ് അതിൽ കുറച്ച് ഫ്രീ സ്പേസ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് നിറച്ച് ഒഴിക്കാൻ പാടില്ല. പിന്നെ ബാറ്ററിയുടെ ചെക്കപ്പ് വന്നിട്ട് ഈ ബാറ്ററി ആമറോണിൻ്റെ ഗ്രീൻ ബാറ്ററിയാണ്. ഇതിൽ നമുക്ക് ബാറ്ററിയുടെ ഒരു അവസ്ഥ അറിയാൻ വേണ്ടി ഒരു ഓപ്ഷനുണ്ട്. ബാറ്ററി ഗ്രീൻ കളറിലാണ് ഇതിനകത്തുള്ളത് കാണുന്നതെങ്കിൽ ബാറ്ററി ഓക്കെ എന്നാണ്. അത് സിൽവർ കളറിൽ കാണുന്നെങ്കിൽ റീചാർജ് നീഡഡ് എന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രീൻ കളറിലാണ്. അതുകൊണ്ട് ഈ ബാറ്ററി ഓക്കെയാണ്. ഇനി വരുന്നത് വൈപ്പർ വാഷറിൻ്റെ ടാങ്കാണ്. അത് നമ്മുടെ ഗ്ലാസിൻ്റെ ഈ വൈപ്പർ വാഷർ, ഇതിൽ വരുന്ന വാഷർ ടാങ്ക്. ഈ ടാങ്ക് തുറന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ വാഷറിൻ്റെ ഫ്ലൂയിഡ് കിട്ടും, അത് ഒഴിച്ചു കൊടുക്കാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടയ്ക്കാനായിട്ട് ഈ ബോണറ്റിങ്ങനെ അല്പം അനക്കിയിട്ട് ഈ ലിവറിനെ ഇവിടെ കൊണ്ടുവന്ന് ലോക്കിലിടുക.
എന്നിട്ട് ഈ ബോണറ്റ് അടയ്ക്കുന്നത് ശ്രദ്ധിക്കുക. മാരുതി വണ്ടികളിൽ ബോണറ്റ് അടയ്ക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി അങ്ങോട്ട് പ്രസ് അടിക്കരുത്. ഇവിടെ കൊണ്ടുവന്നിട്ട് കൈ അങ്ങ് വിട്ടു കൊടുക്കുക. ഇങ്ങനെ അടയും. ഇങ്ങനെയാണ് അടയ്ക്കേണ്ടത്, അല്ലാതെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അടയ്ക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ഇടാം. ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം.